നമുക്ക് നല്ല നാടൻ വരിക്കച്ചക്ക വറുത്തൊന്ന് കരിച്ചാലോ. ദേ ഇച്ചിരി പഴുത്ത് തുടങ്ങിയതാണ്. ഇത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ഇനി നമുക്ക് വറുത്തങ്ങോട്ട് അടിക്കാം. നല്ല കളർ, നല്ല ദശക്കട്ടിയുള്ള ഇതാണ്. ചെറുതായിട്ട് അരിഞ്ഞു. നമുക്ക് അച്ചാനെ എങ്ങനെ വറുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ല നമ്മുടെ നാടൻ ചക്ക. അതെ ഒരു 2 ചക്ക കിട്ടി. അത് ഒത്തിരി കളയാതിരിക്കാൻ വേണ്ടിയാണ് വറുത്തെടുക്കുന്നത്. കണ്ടോ, അതേ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കണ്ടോ, അതിൻ്റെ കളറ് കണ്ടോ. നമുക്കിതങ്ങ് നന്നായിട്ട് വറുത്തങ്ങ് എടുക്കാം. വായോ, വറക്കുന്നത് നമുക്ക് കാണാം. വറക്കാൻ വേണ്ടി കുഴിവുള്ള നോൺ സ്റ്റിക്ക് പാന് അടുപ്പിൽ വെച്ചു. നോൺ സ്റ്റിക്ക് പാൻ ചൂടായി വരുന്നു. ഇനി ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇച്ചിരി കൂടുതൽ ഒഴിച്ചോട്ടെ, വറുത്ത് കോരേണ്ടതാണ്. അപ്പം നമ്മുടെ ചിപ്സ് കറുകറ കുറുകുറുന്നിരിക്കണം. നല്ല ചക്ക വറുത്തത്. ഇപ്പോൾ ഇഷ്ടം പോലെ ചക്കയുടെ സീസണാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ചക്ക കിട്ടും. അപ്പോൾ ഒരു ചക്കയും കളയാതെ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് സമയം പോലെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. ചക്ക വൃത്തിയാക്കി ചകിണിയെല്ലാം കളഞ്ഞ് ഫ്രിഡ്ജിൽ ഇങ്ങനെ ചുള മാറ്റി എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ആവശ്യാനുസരണം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് ഇങ്ങനെ വറുത്താൽ മതി. ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചേ എടുത്തുള്ളൂ. ഒരു 10-100 ചുള എടുത്തുള്ളൂ. അതരിഞ്ഞ് ഇപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് വറക്കും. ഇച്ചിരി പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പഴുത്ത് ഇപ്പോൾ ഉള്ള ചക്ക ചുളയ്ക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ചെറു മധുരവും കാണും, നല്ല ടേസ്റ്റും കാണും. അപ്പോൾ എല്ലാവരും ഈ സമയം ചക്ക വാഴാക്കാതെ ഇങ്ങനെ വറുക്കുക. അതേ എണ്ണ ചൂടായി വരുന്നു. ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചക്ക വറുത്തതിന് ചക്ക അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നതാണ്. എണ്ണ ചൂടായി അതിനകത്തോട്ട് അരിഞ്ഞു വെച്ച ചക്ക ചുള ഇടുന്നു. ചക്കച്ചുളകൾ അരിഞ്ഞു വെച്ച ചക്കച്ചുള ഇടുന്നു. കണ്ടോ, ഒന്നും ചേർക്കുന്നില്ല, ചക്കച്ചുള മാത്രമേ കൊണ്ടിടുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇനി നമ്മൾ ഉപ്പ് തളിക്കും. ചെറിയ സ്പൂണിനകത്ത് ഉപ്പ് നീര് തളിക്കും. അത് വാങ്ങാൻ നേരത്താണ്, അല്ലാതെ ഇത് ഉപ്പ് തിരുമ്പോൾ ഒന്നും വേണ്ട. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഉപ്പ് നീര് ഒഴിച്ചിട്ട് ഇനി കോരി അങ്ങ് എടുക്കും. കണ്ടോ, നന്നായിട്ട് വെട്ടിത്തിളക്കും. ഇതാണ് ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഏറ്റവും നല്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പഴുപ്പുള്ള ചക്ക ആയതുകൊണ്ട് നല്ല മധുരവും കിട്ടും. നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിയട്ടെ. നന്നായിട്ട് കറുകറാന്നാകുമ്പോൾ നമുക്ക് വാങ്ങാം. ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടും. ഞങ്ങൾ മഞ്ഞൾപ്പൊടി ഒന്നും പുരട്ടിയല്ല അല്ലേ ചാ. മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അതിന് കളർ വന്നോളൂ. കളർ വരാൻ വേണ്ടി ചിലർ മഞ്ഞൾപ്പൊടി തിരുമും. നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ, കൊടുക്കാനൊന്നുമില്ലല്ലോ. ഇപ്പോൾ പിന്നെ അധികം വലിയ മഞ്ഞക്കളറില്ലേലും കുഴപ്പമില്ല, ടേസ്റ്റ് കിട്ടിയാൽ മതി. ഉപ്പ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒഴിക്കുകയുള്ളൂ. അപ്പോൾ ദേ കണ്ടോ, നമ്മുടെ വെന്തുകൊണ്ടിരിക്കുന്നു. കുറേശ്ശെ ഇട്ട് വറുക്കും. ഞാൻ പറഞ്ഞു ഞങ്ങളൊരു 100 ചുള അരിഞ്ഞിട്ടുള്ളൂ. ഇനിയും 10-100 ചുള ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചക്ക മേടിക്കുക, ചക്ക വൃത്തിയാക്കുക, അതിൻ്റെ ചുളയെല്ലാം വൃത്തിയാക്കി ഒരു ചെരുവത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കാം. ഇതിൻ്റെ നിറം മാറി മൂത്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരം കൂടെ വേണം. ഒന്ന് തട്ടി ഇളക്കി കൊടുത്ത് മൂത്തുകൊണ്ടിരിക്കുന്നു. കണ്ട കളർ മാറുന്നുണ്ടോ? നന്നായിട്ട് അവൻ ചുരുങ്ങി നല്ല കട്ടി കറുകറാന്ന് വരും. മൂക്കട്ടെ. നമ്മൾ ഉപ്പ് ഒഴിച്ചിട്ടില്ല. ഉപ്പ് നീര് നമ്മൾ ഒരു സ്പൂണിനകത്ത് എടുത്തിടും വാങ്ങുന്നതിന് തൊട്ട് മുമ്പ്. വേറൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നല്ല നാടൻ സൂപ്പർ ചക്ക വറുത്തത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാം. ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ ചക്ക വറുത്തത് മുരിഞ്ഞിട്ടുണ്ട്. ഉപ്പ് ഒഴിച്ച് കൊടുക്കുന്നു. ഒരു സ്പൂൺ ഇങ്ങനെ ഉപ്പ് ഒഴിച്ച് തളിച്ചു. മതി. ഒരു ഉപ്പ് കലക്കിയത് ഒരു സ്പൂൺ എടുത്ത് തളിച്ചു. ഇപ്പം നന്നായിട്ട് ഉപ്പ് പിടിക്കും. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോരിക്ക് നല്ല മൂപ്പായിട്ടുണ്ട്. ഇനി കോരിയെടുക്കുക. നല്ല കറുകറായി ഇതേ പൂരി മാറ്റി എടുക്കണം.
ഉണ്ടോ അത് നമ്മൾ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇത് പഴുത്തുകൊണ്ടാണ് ഈ കളർ വന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇതിന് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ വറുത്ത കായൊക്കെ വറക്കിയല്ലേ അതുപോലെ തന്നെയാണ് ഈ പഴുത്ത ചക്കയായിരുന്നു, അതുകൊണ്ട് ഈ കളർ വന്നത്. നല്ല ടേസ്റ്റായിരിക്കും. നല്ല കോരിയെടുക്കുന്നു. ഇനി അടുത്ത ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ 3-4 ട്രിപ്പായിട്ട് 3 ട്രിപ്പായിട്ട് മൊത്തം വറക്കാം. കോരി എടുത്ത് അടുത്ത് ഇട്ട് കഴിഞ്ഞ് എടുക്കാൻ നേരത്തിന് തൊട്ട് മുമ്പാണ് ഉപ്പ് തളിക്കുന്നത്. ഉപ്പ് നീര് കലക്കിയിട്ട് ഒരു ചെറിയ സ്പൂണിനകത്തോട്ട് ഒരു സ്പൂൺ ഉപ്പ് നീര് ഒഴിച്ചാൽ മതി, ചുറ്റി കലക്കി. അതായത് ഇത് എടുക്കുന്നതിന് മുമ്പ് 1 സ്പൂൺ ഉപ്പ് നീരെടുത്താൽ ഇതിനാവശ്യത്തിന് ഉപ്പ് പിടിക്കുക. അല്ലാതെ ഉപ്പ് തിരുമ്മി ഒന്നും ചേർക്കരുത്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാൻ പോകുന്നു. ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് പഴുത്തതാണ്, നല്ല മധുരമുണ്ട്. വറുത്ത് നല്ല പഴുത്തതായതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. പഴുത്തതായതുകൊണ്ട് നല്ല ചെറു മധുരവും. ഇളക്കി കൊടുക്കും. 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് നല്ല കറുകറാന്ന് മൂത്തോളും. നല്ല പഴുത്ത ചക്കയാണ്, അതുകൊണ്ട് നല്ല കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മധുരമുണ്ട്, എന്നാൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുമുണ്ട്. സൂപ്പർ. പഴുത്ത ചക്ക കുമ്പിളൊന്നും ഉണ്ടാക്കാതെ നല്ല കട്ടിയുള്ള ചുളയാണേലേ പറ്റുള്ളൂ. ഇങ്ങനെ നിങ്ങളെല്ലാം വറുത്തെടുക്കണം കേട്ടോ. പഴുത്ത ചക്കയുടെ നല്ല കട്ടിയുള്ള ചുളയാണേണ്ടല്ലോ സൂപ്പറായിട്ട് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒട്ടും നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞാൽ ഒട്ടും ഇപ്പോൾ കുമ്പിളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വറുത്ത് വൈകുന്നേരത്തൊരു നല്ല കടി. ഈ ചക്കയുടെ സീസണാണല്ലോ, നോയമ്പും ഒക്കെയാണ്. അതുകൊണ്ട് ഇങ്ങനെ പിള്ളേർക്കും പ്രായമായവർക്കും ഒക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂക്കുന്നത് കോരുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം. നിറം മാറി വരുന്നു. നമ്മളിത് രണ്ടാമത് ഇട്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിറം മാറി വരുന്നു. ഇനി എണ്ണ കുറച്ചേ നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാ വശവും വേകാൻ വേണ്ടിയാണ്. മൂത്ത് കഴിയുന്നവരാണ്. നിറം മാറിക്കഴിയുമ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് ഉപ്പ് ഒഴിച്ചോ. 1 സ്പൂൺ ഉപ്പ് കലക്കിയത് ഒഴിച്ചു. ഉപ്പുനീരൊഴിക്കാൻ സമയമായി. 1 സ്പൂൺ ഇങ്ങോട്ട് തളിക്കണം. ഉപ്പുനീരൊഴിക്കുമ്പോൾ ഉണ്ടോ സൗണ്ട് ഉണ്ടോ? എല്ലാത്തിനും പിടിച്ച് മൂത്ത് കറുകറാന്നാകുന്നു. ഇപ്പോൾ കോരാറായി. മൂത്ത് ഒരു സെക്കൻഡും കൂടെ ഒന്ന് മൂത്തോട്ടെ. പൊരിക്കും ഒരുന്ന് നല്ല പഴുത്തതായതുകൊണ്ടാണ് ഈ കളറ് നല്ല ക്രിപ്സിയായി. ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നു. നല്ല പഴുത്തതുകൊണ്ടാണ് ഈ കളറ്. മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ ചേർക്കത്തില്ല. നമ്മളിത് വൈകുന്നേരത്തെ കടിയാണിത്. വരുന്നവർക്കൊക്കെ കടി തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാനുള്ള സാധനമേ ഉള്ളൂ. നമ്മളിത് അടുത്ത നമ്മൾ ലാസ്റ്റും കൂടെ ഇടുന്നു. വറക്ക് തീരുവാണ്. ഉണ്ടോ, മൊത്തം കൂടെ അങ്ങോട്ട് സെറ്റേക്കുന്നു. ഉണ്ടോ, ഇളക്കി കൊടുത്തേച്ചാൽ നമ്മളിതിനകത്തൊന്നും ചേർക്കുന്നില്ല. ചുമ്മാതെ അരിഞ്ഞ് നല്ല പഴുത്തോണ്ടാണ് നമ്മൾ മൊരിഞ്ഞ് കഴിയുമ്പോൾ ആ കളർ വരുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനിയിരുന്ന് മൊരിയട്ടെ. ഇത് നിറം മാറി വരുമ്പം ഇളക്കി കൊടുക്കണം. കാരണം എണ്ണ കുറച്ച് ഇട്ടിരുന്നതുകൊണ്ട് ഒന്ന് ഇളക്കിക്ക്.
നിറം മാറി വരുമ്പോൾ ഇളക്കിക്കേ. നിറം മാറി വരുമ്പോൾ ഇളക്കണം, കാരണം എണ്ണ നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി വൈകുന്നേരം ഒന്നും കൂടെ വറക്കുന്നുണ്ട്, കുറച്ചും കൂടെ എടുത്ത് അരി. ഈ അരിയെന്നാണ് ഒരു പാട്. അരി വറക്കുന്ന വളരെ എളുപ്പമാണ്. ഈ നിറം മാറി മാറി വരുന്നുണ്ട്. ഈ നിറം മാറുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന. ഇനി നമുക്ക് ഉപ്പുനീരൊഴിക്കാം. സ്പൂണിനകത്ത് ഇങ്ങനെ വെതറി ഒഴിക്കണം. അത് കണ്ടോ? അപ്പം ഒന്നും കൂടെ ഒരു തൃപ്തിയാവും. നല്ല വശം കറി നന്നായിട്ട് മൂത്ത് വരുന്നു. മൂക്കട്ടെ. നല്ല പഴുത്തതായതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. പച്ചച്ചക്കയായിരുന്നെങ്കിൽ നല്ല മഞ്ഞ കളർ വന്നതാണ്. ഇപ്പോൾ പഴുത്തതായതുകൊണ്ടാണ് ഈ കളർ വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചച്ചക്കയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. ഇനി കോരി പാത്രത്തിലോട്ട് മാറ്റുവാണ്. എടുത്തോ. നല്ല കറുകറാന്നായി. നല്ല മധുരം. അതേ അച്ചായൻ കുറേ എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് നല്ല മധുരം, നല്ല സൂപ്പർ ടേസ്റ്റാണെന്ന് പറയുന്നത്. ഇനി അച്ചായൻ നിങ്ങളെ ടേസ്റ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഈ കോരി ഇങ്ങോട്ട് എടുക്കുകയാണ്. പുറത്തൊരു പാത്രമുണ്ട്. ഈ കോരി എടുക്കുക. ഈ പാത്രത്തിലോട്ടാണ് കോരി മാറ്റുന്നത്. കണ്ടോ? കോരി മാറ്റുന്നത് അങ്ങോട്ട് ഇടുക. കോരി എടുക്കുന്നു. കോരി മാറ്റുന്നു. ഇനി ഇപ്പം നമ്മുടെ പഴുത്ത ചക്ക വറുത്തത് റെഡിയായി. ഇനി നമ്മുടെ അച്ചായൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇതാണ് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയ ചക്കപ്പഴം വറുത്ത ചിപ്സ്. ചക്കപ്പഴം വറുത്ത ചിപ്സാണ്. ചക്കപ്പഴം കൊണ്ടാണ് ഈ ചിപ്സ് ഉണ്ടാക്കിയത്. കണ്ടോ? ചക്ക ചിപ്സ് കണ്ടോ? എത്ര ഭംഗിയായിരിക്കുന്നു. പഴുത്ത ചക്ക ആയതുകൊണ്ട് പഴുത്ത ചക്ക വറുത്തത്. കണ്ടോ? നിങ്ങൾ കണ്ടോ? അതിൻ്റെ കളറ് കണ്ടോ? അച്ചായൻ അവിടെ അടുപ്പ് വെച്ച് തന്നെ കഴിക്കാൻ തുടങ്ങിയതാണ്. അച്ചാൻ പറഞ്ഞു ഞാനിത് മുഴുവൻ കഴിക്കൂടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, എല്ലാവർക്കും വേണേ, ഞങ്ങൾക്കൊക്കെ വേണമെന്ന് അച്ഛനോട് പറഞ്ഞിരിക്കുക. നല്ല ടേസ്റ്റാണ്. ഇനിയും ഫ്രിഡ്ജിൽ ഇരിപ്പുന്നുണ്ട് 10-200 ചുളയും കൂടെ വറക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചക്കയുടെ സീസണാണ്. നിങ്ങൾ ചക്കയൊന്നും പാഴാക്കാതെ എല്ലാം ചുളയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഇതുപോലെ സമയം കിട്ടുമ്പോൾ അരിഞ്ഞ്, പഴുത്താണെങ്കിലും കുഴപ്പമില്ല, നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇത് പഴുത്ത ചക്കയായിരുന്നേലും ചുളയായിരുന്നേലും നല്ല കട്ടിയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് അരിയാനും പറ്റി. പഴുത്ത ചക്ക വറുത്ത് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാണെന്നറിയോ? അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കും. സൂപ്പറാണോ? സൂപ്പർ. അയ്യവ സൂപ്പർ. അച്ഛാ പിന്നെ എടുത്ത് കഴിക്കുന്നു. സൂപ്പർ. നല്ല മധുരമല്ലേ അച്ഛാ? നല്ല മധുരമാണെന്ന് അച്ഛൻ പറഞ്ഞു. നല്ല മധുരം ആണ് പഴുത്ത ചക്ക വറുത്താനുള്ള ഗുണം. നല്ല മധുരം. ഇത് നല്ല ദശയുള്ള ചക്കയായിരുന്നു അല്ലേ അച്ഛാ? നല്ല ടേസ്റ്റാണ്. വരിക്കച്ചക്കയായിരുന്നു. ചുള കട്ടിയുള്ളതാണ്. എങ്ങനെയുണ്ട് ഈ പഴുത്ത ഇത് തിന്നിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പർ. നന്നായിട്ട് മൊരിഞ്ഞിട്ടില്ലേ? നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണയെ വറുത്ത് ഉപ്പുനീര് ഒഴിക്കുകയോ ചെയ്തോളൂ. വേറെ ഒരു മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അല്ലേ അച്ഛാ? നല്ല നാച്ചുറൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്യാം. കടയിൽ നിന്നൊന്നും മേടിക്കരുത്. കടകളിലൊക്കെ ഏത് തരം ഓയിലാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ വീട്ടിലാകുമ്പോൾ നല്ല ഓയിൽ നമുക്ക് വറക്കാം. അതായത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു രുചിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് കൊടുത്തേ. താങ്ക് യു.